എന്നാ പറയുന്നു, സുഖമല്ലേ? എഗെയിൻ ഇറ്റ്സ് എ പ്ലസൻറ്റ് ഡേ ഹിയർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, വളരെ ബ്രൈറ്റ് ആയിട്ടൊരു ദിവസമാണ്. ആൻഡ് ഫോർകാസ്റ്റ് സേസ് ഇറ്റ്സ് ഗോണ ബി ഗുഡ് ഇൻ കമ്മിങ് ഡേയ്സ്. സോ ലുക്കിംഗ് ഫോർവേഡ്. സോ ഇന്ന് ഞാൻ എൻ്റെ ചില ഫേവറേറ്റ് സോങ്സിനെ പറ്റി സംസാരിക്കാൻ വിചാരിച്ചു. എനിക്ക് മലയാളത്തിൽ വളരെ ഇഷ്ടപ്പെട്ട, എപ്പോൾ കേട്ടാലും അതൊന്നും കൂടെ കേട്ടിരുന്നെങ്കിൽ തോന്നുന്ന കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ചുമ്മാ കാഷ്വലി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളുടെ എല്ലാവരുടെയും വൈബ് സെയിം ആണോ എന്ന് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാലോ. അതിൽ ആദ്യത്തെ പാട്ട് ഐ വുഡ് സേ, അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. എൻ്റെ അമ്മേ, എന്നാ വരികളാണല്ലേ ഇത്! എത്ര കേട്ടാലും മതിയാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. ഐ തിങ്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം കാണുന്ന കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്ന പാട്ടുകളൊന്നാണ്. എന്താണെന്നറിയില്ല, ഇതിനോട് വല്ലാത്തൊരു ഇമോഷണൽ കണക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വിരഹമാണോ, ലൈക്ക് ഒരു എന്നാ പറയുന്ന ഒരു ലോസ്റ്റ് ലവ്, അങ്ങനെ എന്തെങ്കിലും ആണോ, തേച്ചിട്ടോ അങ്ങനത്തെ സ്റ്റോറിയാണോ, അതൊന്നും എനിക്കറിയത്തില്ല. ലൈക്ക് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു മീ, എനിക്ക് ആ പാട്ടിൻ്റെ ഒരു വാല്യൂവും അല്ലെങ്കിൽ ഒരു ലിറിക്കൽ വാല്യൂവും അതുപോലെ തന്നെ ആ സോങ്ങിൻ്റെ ഒരു കമ്പോസിങ് സ്റ്റൈല്. ഓഫ് കോഴ്സ് വിദ്യാസാഗർ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് കമ്പോസേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് എൻ അമേസിങ് സോങ്, പറയാതെ പറ്റത്തില്ല. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഫേവറേറ്റ് സോങ് കൂടിയാണ് ഈ മറന്നിട്ട് വന്നിരുന്നുള്ള പാട്ട്. പുള്ളിയുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര സങ്കീർണതകൾ നിറഞ്ഞ ഒരു സ്റ്റോറിയാണ്. അതിപ്പോൾ ഞാൻ ലൈറ്റായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പുള്ളി പ്രണയ നൈരാശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പുള്ളി ജീവിക്കുന്നത്, പുള്ളിയുടെ ലൈഫിലുള്ള പുള്ളിയുടെ ഹോപ്പ് എന്ന് പറയുന്നത്, ഓർ ആ ഒരു മോട്ടിവേഷൻ ടു ലിവ് എന്ന് പറയുന്നത്, തിങ്കിങ് ദാറ്റ് ഹി ഹാഡ് എ ഗുഡ് ലൈഫ് ഇൻ ദ പാസ്റ്റ്. അങ്ങനെ പുള്ളി ജീവിക്കുന്നത്. അതെനിക്ക് എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡിഡ് ഇറ്റ് റൈറ്റ്. സോ ഓരോരുത്തർക്കും ചില പാട്ടുകളോടുള്ള ഇമോഷണൽ കണക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. എനിക്ക് ഈ പാട്ടുമായിട്ട് വലിയ ഇമോഷണൽ കണക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഐ ലൈക്ക് ദ മ്യൂസിക്കൽ വാല്യൂ ഓഫ് ഇറ്റ്. പക്ഷേ കുറേ സംഗീത ആസ്വാദകർക്ക് അതിൻ്റെ വരികളോടാണെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ മേ ബി എന്തൊക്കെ ഓർമ്മകൾ വരില്ലേ. ഇപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസോ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ പാട്ടിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ആൾക്കാരെപ്പോഴും പാട്ടുകളായിട്ട് കണക്ട് ചെയ്യുന്ന അവരുടെ ലൈഫിൽ നടന്ന ഒരു സങ്കടമുള്ളൊരു കാര്യമായിട്ടാണ് യൂഷ്വലി. ഞാൻ കുറേ സുഹൃത്തുക്കളോട് സംസാരിച്ച സമയത്ത് അവർക്കൊരു ഫേവറേറ്റ് സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് അസോസിയേറ്റ് വിത്ത് സംതിങ് ബാഡ് ഹാപ്പൻ ഇൻ ദ ലൈഫ് ഇൻ ദ പാസ്റ്റ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ സന്തോഷമുള്ള കാര്യങ്ങളായിട്ട് പാട്ടുകൾ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് വളരെ റെയറല്ലേ. ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ്സ് ജസ്റ്റ് എ ഹ്യൂമൻ തിങ് ടു തിങ്ക് ഓഫ് ബാഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ഓൾവേസ്. നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ഹേർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ കുത്തി നോവിപ്പിച്ച കാര്യങ്ങൾ ഓർക്കാനും അല്ലെങ്കിൽ അതുമാത്രം നമ്മുടെ ഉള്ളിലിങ്ങനെ കൊണ്ടു നടക്കാനുള്ള ഒരു സാധനം മനുഷ്യർക്ക് ജനറലി ഇല്ലേ. അതിനോട് കൂടെ ആയിരിക്കും ആ ഒരു സങ്കടമുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീൽ വരുന്ന പാട്ടിനെയും കൂടെ ആൾക്കാർ അറ്റാച്ച് ചെയ്യുക. തോന്നിയിട്ടുണ്ടോ? അതേപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സങ്കടമല്ല, വളരെ പെപ്പിയായിട്ടൊരു പാട്ടാണ് എള്ളോളം കാതലില്ലേ നേരെ നോക്കുകയില്ലേ കൈ നോക്കി ഭാവിച്ചെല്ലാം വള കയ്യിലിടാം കാതിൽ പാട്ടുമൂളാം. എഗെയിൻ another വിദ്യാസാഗർ സോങ്. ആഹാ, ഇതിൻ്റെ അടിപൊളി ക്ലൈമറ്റ് ആണല്ലേ. ഞാൻ പിന്നെ വേറെ പാട്ട് പറയട്ടെ. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മണ്ണിൽ മായുന്ന മൂകസന്ധ്യ. ഇത് ചിന്താശ്രീയ ശ്യാമളയാണ് പടം എന്ന എൻ്റെ ഒരു ഓർമ്മ.
അതേപോലെ തന്നെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മായാമയൂരം പീലി വീർത്തിയോ, ഐ തിങ്ക് ഇത് തലയണമന്ത്രം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്, ജോൺസ് മാസ്റ്ററുടെ. സോ യാ, ഇതൊക്കെയാണ് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകൾ. ഇതൊക്കെ എല്ലാ ദിവസവും കേൾക്കുന്ന പാട്ടുകളാണെന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് നമ്മുടെ അടുത്ത് ഫേവറേറ്റ് സോങ് പറയാ പൂന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന കുറച്ച് പാട്ടുകളൊന്നാണ് ഇത്രയൊക്കെ കേട്ടോ. സോ യാ, അപ്പം ശരി, എന്നാൽ അങ്ങനെ ആട്ടെ. ഇന്നൊക്കെ ഒരു തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാഷ്വൽ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നിയത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലതല്ലേ, ഒരു എന്നാ പറയുന്നത്, കൂടുതൽ ആർഭാടമൊന്നുമില്ലാതെ കാര്യങ്ങൾ ക്ലിയറായിട്ട് പറയാമെന്നുള്ളൊരു മാത്രം ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും എന്നാ, കളറായാലും എന്നാ, ഒരു കുഴപ്പമില്ല. എനിവേ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ഇൻസ്റ്റഗ്രാം ID is appu08. ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇനിയും അടുത്തന്നെ വരാം. സോ ടാറ്റാ. ഞാൻ ഈ മറ്റേ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലൊക്കെ എന്തിരിക്കുന്നു. സോ യാ.